ഓം ശ്രീ ഗുരുഭ്യോ നമഃ. രാമായണത്തെ പറ്റിട്ട് എന്താ പറയാതെ, നമുക്ക് എന്തായാലും രാമായണ പാരായണത്തിൽ നിന്നും രാമായണ സ്വതഅധ്യായത്തിലേക്ക് നമുക്കൊന്ന് നടന്നു നോക്കാം. രാമായണം പറയാൻ നിന്ന് ചിലപ്പോ 24 മണിക്കൂർ പറഞ്ഞാലും എവിടെയും എത്തത്തില്ല എന്നുള്ളതാണ് അതിൽ സത്യം. എങ്കിലും നമുക്ക് രാമന്റെ അയനത്തിലൂടെ ഒന്ന് പോയി കളയാം. എന്താണ് രാമായണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആയിരക്കണക്കിന് വർഷങ്ങളായി ഭാരതീയ മനസ്സിനെയും ലോക മനസ്സിനെയും കുടുംബ ജീവിതത്തെയും ധാർമ്മിക ബോധത്തെയും അതോടൊപ്പം തന്നെ ആത്മീയമായ ചിന്തകളെയും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ ഇതിഹാസം എന്ന് നമുക്ക് രാമായണത്തെ വിളിക്കേണ്ടി വരും. പക്ഷെ ഇന്ന് രാമായണത്തിന് ഒരുപാട് പ്രത്യേകതകൾ ലോകം മുഴുവനും എത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് യുഗപുരുഷന്റെ അയോധ്യ രാമക്ഷേത്ര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിനെയൊക്കെ കാണേണ്ടിയിരിക്കുന്നു. എങ്കിലും നമ്മൾ അതിലോട്ട് തിരിച്ചു പോകാതെ നമ്മളെപ്പോഴും മനുഷ്യനെപ്പോഴും ഇന്നലകളെ പറ്റിയിട്ട് പറയാനാണ് അവന് താല്പര്യം. നാളെപ്പറ്റി കുറച്ച് ചിന്തിക്കാനും ഇന്നലകളെ പറ്റി പറയാനും ഇന്നിനെ പറ്റി അറിയാതിരിക്കാനും ചിന്തിക്കാതിരിക്കാനുമാണ് അവൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അങ്ങനെ ഇന്നിനെ പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് ശരിക്ക് എല്ലാവരും അധ്യാത്മ രാമായണ പാരായണങ്ങളല്ല നടത്തേണ്ടത്. പകരം അയോധ്യയിലെ രാമക്ഷേത്ര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും എടുക്കേണ്ടത്. പക്ഷെ അതിലേക്ക് പോകുന്നില്ല. നമ്മളെപ്പോഴും നാടെങ്ങനെ പോകുന്നു അതിലൂടെ കൂടെ പോയാലേ പറ്റുള്ളൂ. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. എന്നാലും എന്തുകൊണ്ട് രാമായണം, രാമന്റെ അയനം, വളരെ ലളിതമായിട്ടുള്ള അർത്ഥത്തിൽ രാമായണം പറയുന്നു. രാമന്റെ യാത്ര, രാമന്റെ ജീവിത പാഠം, രാമൻ കടന്നുപോയ അനുഭവങ്ങൾ, അതിനിടയിൽ അദ്ദേഹം പ്രകടിപ്പിച്ച ധർമ്മവും ക്ഷമയും സമർപ്പണവും ഉത്തരവാദിത്വവും സ്നേഹവും ത്യാഗവും ആണ് ഈ രാമായണത്തിൽ മുഴുനീളം നമ്മൾ കാണേണ്ടത്. എന്നാൽ അവിടെ മറ്റൊരു കാര്യം കൂടി, രാമായണം എന്ന വാക്ക് കുറച്ചും കൂടി വിപുലീകരിക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം രാമായണം വെറും രാമനെ പറ്റി മാത്രമല്ല സംസാരിച്ചത്. അവിടെ ആ ഓരോരുത്തരുടെയും ഉള്ളിലൂടെ 4633 ശ്ലോകങ്ങളിലൂടെ, അല്ലേ, അത്രയല്ലേ ഏകദേശം ഉള്ളത്? അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇവിടെ സംസാരിക്കുകയുണ്ടായി, രാധാമ്മ പറയുണ്ടായി വാൽമീകി രാമായണവും മറ്റും തമ്മിൽ വ്യത്യാസം. ശ്ലോകം 46,000 സംതിങ് അല്ലേ? ഓക്കെ, അങ്ങനത്തെ ഒരു ചെറിയ കണക്കുണ്ട്. എന്തായാലും അത് നമ്മൾ അത്ര കൂടുതൽ ശ്രദ്ധിക്കാത്തതുകൊണ്ട് പറയുന്നു. അത്തരം ശ്ലോകങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് നടത്തിയത്. അതായത് മറ്റൊന്നുമല്ല, അതെല്ലാം വളരെ സിമ്പിൾ ആയിട്ടാണ് പറയേണ്ടിയിരിക്കുന്നത്. അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്കും, ഭയത്തിൽ നിന്നും വിശ്വാസത്തിലേക്കും, കോപത്തിൽ നിന്നും ക്ഷമയിലേക്കും, അഹങ്കാരത്തിൽ നിന്നും വിനയത്തിലേക്കും, ചിതറിയ മനസ്സിൽ ആത്മീയമായ ഏകാഗ്രതയിലേക്കും നമ്മെ നയിക്കുന്ന ഒരു അകത്തെ യാത്രയാണ് രാമായണം എന്ന് പറയേണ്ടിയിരിക്കുന്നത്. അല്ല മറ്റൊരു കാര്യത്തെ പറ്റി ആലോചിക്കേണ്ടതില്ല. ഇതെല്ലാം നമ്മൾ സ്ഥിരമായി ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്യുന്ന അതേ കാര്യം തന്നെയാണ്. കാലങ്ങളായി നമ്മൾ രാമായണ പാരായണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ അതിന്റെ വ്യാഖ്യാനങ്ങൾ കേൾക്കുന്നുണ്ട്. മഹാന്മാരും പണ്ഡിതന്മാരും ആചാര്യന്മാരും ആത്മീയ അന്വേഷകരും ഒക്കെ വ്യത്യസ്തമായ വീക്ഷണകോണുകളിലൂടെ രാമായണത്തെ അവതരിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ എത്രയോ മഹാത്മക്കൾ രാമായണത്തിന്റെ ധർമ്മ സന്ദേശം മനസ്സിലാക്കി സ്വന്തം ജീവിതഗതി മാറ്റിയവരുമുണ്ട്. ചോദ്യം ഇവിടെ ഇതാണ്, ഇത്തരം വർഷങ്ങളായി നമ്മൾ രാമായണം പാരായണങ്ങളൊക്കെ നടത്തി അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവർ, നിങ്ങളോടുള്ള ഒരേ ഒരു ചോദ്യം ഇത്രയാണ്: രാമായണ ധർമ്മ സന്ദേശം അല്ലെങ്കിൽ അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്കും, ഭയത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കും, കോപത്തിൽ നിന്ന് ക്ഷമയിലേക്കും, അഹങ്കാരത്തിൽ നിന്ന് വിനയിലേക്കും, ചിതറിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ആത്മീയമായ ഏകീകരണത്തിലേക്കും കൊണ്ടുപോകാൻ ഈ വർഷമെങ്കിലും നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുമോ? ആ ധർമ്മ സന്ദേശം മനസ്സിലാക്കി സ്വന്തം ജീവിതഗതി മാറ്റി നമ്മൾ ഓരോരുത്തരും തയ്യാറാണോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന വിഷയം.
അവിടെ എങ്ങനെ ആലപിക്കുന്നു, എങ്ങനെ ശ്ലോകം ചൊല്ലുന്നു എന്നതിനെയൊക്കെ പ്രതി എങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ മാറ്റപ്പെടുത്താൻ ഉപയോഗിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. അപ്പൊ രാമായണവും മഹാഭാരതവും പോലുള്ള ഇതിഹാസങ്ങൾ എല്ലാം ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടാക്കുന്നത്. എന്താണ് അവിടെ അർത്ഥം? മറ്റൊന്നുമല്ല, ഏത് ബോധതലത്തിൽ നിന്നും അതിനെ സമീപിക്കുന്നുവോ അതിനനുസരിച്ച് അവ നമുക്ക് പുതിയ അർത്ഥങ്ങൾ വെളിപ്പെടുത്തി തരുമെന്നുള്ളതാണ്. ഞാൻ ഈ യാത്ര തുടങ്ങുമ്പോൾ 6-7 വർഷം മുമ്പ് ഞാൻ വാൽമീകി രാമായണത്തിനെ വ്യാഖ്യാനപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ എഴുത്ത് യാത്ര തുടങ്ങിയത്. അതിരാവിലെ എഴുന്നേറ്റ് വാൽമീകി രാമായണം എടുത്ത് അതിന്റെ 4 ശ്ലോകങ്ങൾ എടുത്ത് അതിന്റെ വ്യാഖ്യാനം ഗുരുക്കന്മാരുടെ സ്വീകരിച്ചതിന് ശേഷം സ്വന്തമായ ശൈലിയിലേക്ക് അതിനെ പാകപ്പെടുത്തിക്കൊണ്ട് ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയും ഒരു ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റിയും ഫേസ്ബുക്ക് ഗ്രൂപ്പും തുടങ്ങിക്കൊണ്ടാണ് ഞാൻ എൻ്റെ എഴുത്തിന്റെ യാത്ര തുടങ്ങിയത്. അപ്പൊ ഓരോരുത്തരും അവനവന്റെ ബോധതലത്തിൽ നിന്നുകൊണ്ട് സമീപിക്കാൻ കഴിയുന്ന ഇതിഹാസം തന്നെ ആണ് ഈ 2 പുസ്തകങ്ങൾ. ഈ 2 പുസ്തകങ്ങൾ ഒരേ സമയത്ത് ഒരേപോലെ ഭഗവത്ഗീതയും അതുപോലെ തന്നെ മഹാഭാരതവും രാമായണവും കൃത്യം 3 2 വർഷക്കാലം കൊണ്ട് എഴുതി മറ്റുള്ളവർക്ക് പകർന്നു നൽകിയ ഒരു ചെറിയ ഉദ്യമം മാത്രമായിരുന്നു എൻ്റെ യാത്രയുടെ തുടക്കം. അപ്പോ ഇവിടെ മനസ്സിലാക്കിയത്, അവിടെ ഒരു കുട്ടിക്ക് രാമായണം കഥയായി കേൾക്കുമ്പോൾ മനോഹരമാണ്. പക്ഷെ ഒരു കുടുംബനാഥനെ ബന്ധങ്ങളുടെ ഉത്തരവാദിത്വത്തിലൂടെ അതിനെ പറഞ്ഞാൽ മാത്രമാണ് അവന് മനസ്സിലാവുക. അതേപോലെ രാജയോഗം, ഒരു ഭരണാധികാരിക്ക് അതിന്റെ നീതിയും നേതൃപാഠവുമാണ് പാഠമായി വരുന്നത്. അങ്ങനെ ഓരോരോ ആത്മാന്വേഷിക്കാണെങ്കിൽ ഏത് അഹങ്കാരത്തെയും ആത്മബോധവും തമ്മിലുള്ള ആന്തരിക യുദ്ധത്തിലൂടെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഓരോരുക്കും വ്യത്യസ്തമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ചോദ്യം വീണ്ടും ഇതാണ്, നിങ്ങളുടെ ഈ പാരായണത്തിലൂടെ നിങ്ങൾ ഏതാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്ന് ഇനിയുള്ള ദിവസങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങൾ ഏത് വകഭേദത്തിലാണ് അത് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് രാമായണം ഒരിക്കൽ വായിച്ചാൽ അവസാനിക്കുന്ന ഗ്രന്ഥമേ അല്ലെന്നും എല്ലാ വർഷങ്ങളും നമുക്കത് എടുക്കേണ്ടി വരുന്നത്. കാരണം ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ പുതിയ അർത്ഥങ്ങൾ നൽകുന്ന ഒരു ആത്മീയമായ കണ്ണാടിയാണിത്. ഇന്ന് രാവിലത്തെ ഞാൻ എൻ്റെ സ്പീച്ചിൽ നിങ്ങൾ കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട അർത്ഥങ്ങളൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട് വിഘ്നേശ്വരനെ നമ്മൾ ആദ്യം സ്തുതിക്കുന്നു എന്നൊക്കെ, അതവിടെ നിൽക്കട്ടെ, കേൾക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആ വീഡിയോ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാമായണത്തിലുള്ള സമീപനം എന്താണ്? അതൊരു കേവലം പാരായണം മാത്രമാണോ, അല്ല അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും അർത്ഥതലങ്ങൾ നമ്മൾ ഇത്തവണ ഇതിൽ കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ വായിക്കേണ്ട ദിവസങ്ങൾ വായിക്കുക, പുസ്തകം അടച്ചു വെക്കുക. പിന്നീട് ദിവസങ്ങളിൽ പഴയ പോലെ കോപിക്കുകയും കുറ്റം പറയുകയും അസൂയപ്പെടുകയും ദേഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ രാമായണം നിങ്ങൾ തൊടേണ്ടതില്ല എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് പറയാനുള്ളത്. കാരണം രാമായണത്തിന്റെ അകക്കാമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കാത്തടത്തോളം കാലം അത് ശ്രവണത്തിനോ ഭക്തിക്കോ ഒരു ഗുണവും നൽകില്ല എന്ന് മനസ്സിലാക്കണം. പാരായണം എപ്പോഴും ശ്രവണവും ഭക്തിയുടെ പുസ്തകവുമായി മനസ്സിലാക്കിയെടുക്കും. എന്നാൽ പാരായണത്തോടൊപ്പം സ്വയധ്യായവും നമ്മൾ നടത്തണം. സ്വയധ്യായം എന്ന് കേൾക്കുമ്പോൾ വായിക്കുന്നത് കൊണ്ട് മാത്രം സംഭവിക്കില്ല, ആശയം മനസ്സിലാക്കുന്നത് കൊണ്ടും നടക്കില്ല. കഥ കേൾക്കുന്നത് മാത്രമല്ല, ആ കഥ എൻ്റെ ജീവിതത്തോട് എന്താണ് പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴാണ്. ഓരോ കഥകളിലും ഓരോ കഥാപാത്രങ്ങളും ഓരോ സന്ദർഭങ്ങളിലും എനിക്കെന്ത് നൽകുന്നു എന്നുള്ള ചോദ്യമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ കഥാപാത്രങ്ങളെ ആരാധിക്കുന്നത് മാത്രമല്ല, അവരുടെ ഗുണങ്ങളെ സ്വന്തം സ്വഭാവത്തിൽ വളർത്താൻ സാധിക്കും. അതുകൊണ്ട് രാമായണം കാലത്ത് നമുക്കെല്ലാവർക്കും ഒരു തീരുമാനമെടുക്കാം. രാമായണം വായിക്കുന്നു, അത് മനസ്സിലാക്കാം, പക്ഷേ അതനുഭവിക്കാം, ജീവിതത്തിൽ നടപ്പിലാക്കും എന്നുള്ള ഒരു തീരുമാനം. എല്ലാവരും അതിന് തയ്യാറാവുക എന്നുള്ളത് ഓർമ്മപ്പെടുത്താൻ. അപ്പോ ഇവിടെ രണ്ടാമത്തെ ഒരു ചോദ്യം, പൊതുവെ സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന ചോദ്യം, അടുത്ത കാലത്തായ ചോദ്യത്തിന്റെ പ്രശസ്തി വളരെ കുറഞ്ഞിട്ടുണ്ട്. കാരണം അത് കുറച്ചും കൂടി ആൾക്കാർ ആത്മീയമായ മുന്നേറ്റം നടത്തുന്നുണ്ട്. പൊതുവെ പ്രധാന വേദികളിൽ ഇത്തരം ചോദ്യങ്ങൾ വരാതിരിക്കുന്നു. ഒരു കാലത്ത് ഒരുപാട് കേട്ട കാര്യമാണ് അത്. ഇത്രയാണ്: രാമായണം വെറും ചരിത്രമാണോ, അല്ല ഒരു കഥയാണോ,
അല്ല എന്തെങ്കിലും ആത്മീയമായ ഗ്രന്ഥമാണോ എന്നുള്ളത്. കാരണം രാമായണത്തിന് ഭാരതത്തിന്റെ ഒരു പുരാതന ചരിത്രമായി മാത്രം കാണുകയാണെങ്കിൽ ഒരു ചോദ്യം നമുക്ക് സ്വാഭാവികം ഉയരും. പണ്ട് കാലത്ത് നടന്നൊരു കഥ ഇന്നത്തെ മനുഷ്യൻ എന്തിനാണ് പഠിക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞു നടന്ന വലിയൊരു സിദ്ധാന്തത്തിന്റെ ഉപോൽപ്പന്നമാണ്. ചരിത്രത്തിലെ സംഭവങ്ങൾ പഴയതാവാം, പക്ഷേ നമ്മൾ ഇന്നും നിൽക്കുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ അതേ പ്രശ്നങ്ങളുമായിട്ടാണ് ഇന്നും ജീവിക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അന്നും അധികാരമോഹം ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അന്നും അസൂയ ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അന്ന് കുടുംബങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അന്നും മനസ്സസ്വസ്ഥമായിരുന്നു, ഇന്നുമുണ്ട്. അന്നും ദാരിദ്ര്യമുണ്ട്, ഇന്നുമുണ്ട്. അന്ന് കുടുംബങ്ങൾ വഞ്ചനയും അഹങ്കാരവും കോപവും അത്യാഗ്രഹവും ഉണ്ട്, ഇന്നും അതുണ്ട്. ഇവയെല്ലാം എവിടെയുള്ളത്? മനുഷ്യന്റെ മനസ്സിൽ മാത്രമാണ്. അപ്പൊ മാറാത്ത മനസ്സ് എവിടെയുള്ളത്തോളം കാലം ഇതൊന്നും കഥയല്ല, ഇതെപ്പോഴും ജീവിതത്തെ അനുഭവമായി മാറ്റേണ്ട കാര്യമാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് രാമായണം പഴയ കാലത്തിന്റെ കഥയൊന്നുമല്ല, മനുഷ്യന്റെ മനസ്സിന്റെ നിത്യ സ്വഭാവത്തെ ചിത്രീകരിക്കുന്ന മഹത്തായ ആത്മീയ മനഃശാസ്ത്ര ഗ്രന്ഥമാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ എല്ലാ പുസ്തകങ്ങൾ എടുത്തു നോക്കിയാലും ഭാരതീയ സംസ്കാരത്തിൽ എല്ലാ രചനകളും മനസ്സിന്റെ ശാസ്ത്രമാണ് എന്നത്. ഇന്ന് ആധുനികമായ മനഃശാസ്ത്രം ഒരുപാട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ, ഞങ്ങളൊക്കെ ഇപ്പോൾ ന്യൂറോ സയൻസും മറ്റും ക്വാണ്ടം ഫിസിക്സും ഒക്കെ പഠിച്ച് മുന്നോട്ട് പോകുമ്പോഴും തിരിഞ്ഞു നോക്കുന്നതിന് ബേസ് കിടക്കുന്നു നമ്മുടെ വേദത്തിലും ഉപനിഷത്തുകളിലും തന്നെയാണ്. കാരണം ചരിത്രം, കഥ, അതിശയോക്തി, പ്രതീകം, ഉപമ, ജ്ഞാനോപദേശങ്ങളൊക്കെയും അത്ഭുതകരമായ അനുപാതത്തിൽ പാകപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് ഈ ഇതിഹാസങ്ങളൊക്കെയും. എന്ന് അപ്പോ രാമായണത്തിന്റെ രചയിതാവ് ആരാണെന്ന് നമ്മൾ ഒരിക്കൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് പറയാൻ പറ്റും ഒരു തപസ്വിയായിരുന്നു എന്ന്. എന്നാൽ രാമായണം ഒരു തപസ്വിയുടെ മനസ്സോടെയാണോ നിരീക്ഷിക്കുക? ഋഷിമാർ സംസാരിക്കുമ്പോൾ സാധാരണ ഭാഷ മാത്രമല്ല ഇവിടെ ഉപയോഗിച്ചത്. അവർ ഉപമകളും പ്രതീകങ്ങളും കാവ്യാത്മകമായ ദൃശ്യങ്ങളും ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഒരു ഉദാഹരണം പറയാം. രത്നാകരൻ എല്ലാം ത്യജിച്ച് കാലങ്ങൾ തപസ് നിശ്ചിച്ചപ്പോഴാണ് വാൽമീകിയായി മാറിയത് എന്നുള്ള കഥ നിങ്ങൾക്കറിയാം. അത് അവിടെ ഇരിക്കട്ടെ. ഇവിടെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എത്രത്തോളം അർത്ഥവത്തായിട്ടാണ് ഓരോ വരികളും പറഞ്ഞിട്ടുള്ളത്. ഋഷിമാർ ഉപയോഗിക്കുന്ന വാക്കുകളുടെ കഥം. അപ്പൊ അവിടെ കാവ്യ പ്രകടനങ്ങൾ നടത്തിയ ഒരു മഹത്തായ ഗ്രന്ഥം എന്നതാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീരാമൻ നമ്മെ പഠിപ്പിക്കുന്ന ശക്തി എന്ത് കാര്യമാണ് എന്നതാണ്. ശ്രീരാമന്റെ ജീവിതത്തിൽ നമുക്ക് ധർമ്മം, അല്ലെ, ധർമ്മത്തിന്റെ പ്രതീകമായിട്ടാണ് രാമനെ കാണുന്നത്. എന്താണ് ധർമ്മത്തിന്റെ പ്രതീകം? അതായത് സ്വീകരണത്തിന്റെ ശക്തി എന്ന് പറയുന്നു. എല്ലാ പ്രത്യേകതകളിലും ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത ഒന്നാണ് പ്രതിസന്ധികളെ ശാന്തതയോടെ സ്വീകരിക്കുക എന്നത്. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ മനോഭാവം. ഒരു സ്ഥലത്തും കോപിക്കാതെ ശാന്തതയോടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തി. നമുക്ക് സാധിക്കുന്നുണ്ടോ? എത്രയോ കാലങ്ങൾ ഇപ്പൊ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതിനു വേണ്ടി മാത്രമല്ലേ നമ്മൾ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്നു. ശാന്തമായിരിക്കാം. രാജാവാകേണ്ട ദിവസം വനവാസത്തിൽ പോകുമ്പോൾ സ്വച്ഛമായി ശാന്തമായി പോയി. കോപിക്കാമായിരുന്നു, കൈകൈ കുറ്റപ്പെടുത്താമായിരുന്നു, മന്ധരയെ ശപിക്കാമായിരുന്നു, ദശരഥനോട് ചോദ്യം ചെയ്യാമായിരുന്നു. വേണമെങ്കിൽ ഇന്നത്തെ തീരുമാനിച്ച അച്ഛനെ ഒറ്റയടിക്ക് നിഷ്കാരണം ചെയ്ത് രാജാവാകാമായിരുന്നു. എന്തുകൊണ്ട് എനിക്ക് മാത്രം നിന്ന് കരഞ്ഞു നിൽക്കാമായിരുന്നു? അദ്ദേഹം ചെയ്തത് എന്താണ്? വനവാസം ആവശ്യപ്പെട്ടപ്പോൾ ശ്രീരാമൻ ജീവിതത്തിലെ പുതിയ രംഗത്തെ സ്വീകരിച്ചു. ദുർബലമായിട്ടല്ല, ഇതേ സാഹചര്യത്തെ മനസ്സിലാക്കി അതിനുള്ളിൽ സ്വന്തം ധർമ്മം കൈവിടാതെ നിലകൊള്ളുന്ന ഉയർന്ന മാനസിക ശക്തി. നമ്മൾ പഠിക്കുന്ന മാനസിക അവസ്ഥ ഉയർന്നു വരുമ്പോൾ എന്തും സ്വീകരിക്കാനുള്ള കഴിവുണ്ടാവണം. അതൊരിക്കലും ദുർബലതയല്ല എന്ന് നമ്മൾ ജേർണി ടു ഹാപ്പിനെസ്സിലേക്ക് ഇരുന്ന് പഠിക്കുന്നതാണ്. ഇത് അദ്ദേഹം അന്ന് തന്നെ കാണിച്ചിരുന്നു. അപ്പൊ ജീവിതത്തിൽ ആകസ്മികമായി വന്നു ചേരുന്ന ഓരോ കഠിന അനുഭവത്തെയും രാമായണത്തുടനീളം ശ്രീരാമൻ ഒരു ആന്തരിക സമാധാനത്തെ നേടുന്നതായി നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കൾക്ക് അല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് ഒരു ജലദോഷം പിടിച്ചാൽ, ഒരു പനി വന്നാൽ, ഒരു തുമ്മിയാൽ നിങ്ങളുടെ ശാന്തതയും പോവും, സമാധാനം പോവും, സംതൃപ്തിയും പോവും. പോവുമല്ലോ. ഇപ്പോഴും പോകുന്നില്ലേ? ആത്മീയമായി ഉയർന്നവരും പോണില്ലേ? ശ്രീരാമൻ എന്ത് സംഭവിച്ചു? ഏതൊക്കെ ഉദാഹരണം കടന്നു പോകുമ്പോൾ
ലേവലേശം അനങ്ങിയ കണ്ടോ? മര്യാദാ പുരുഷോത്തമൻ എന്ന് പറഞ്ഞ് മാത്രം നിന്നാൽ പോരല്ലോ, മറ്റു കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഇതൊക്കെ ജീവിതത്തിൽ നമുക്ക് പാഠമാണ്. ഓരോ ഓരോ അനുഭവങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് കൂടുതൽ പറയേണ്ടത്. എന്നാലും എന്താണ് സീതാപഹരണത്തിന്റെ ആന്തരിക സന്ദേശം? അതിലൂടെ എന്താണ് കവി ആദികവി ഉദ്ദേശിച്ചത്? സീതാപഹരണത്തെ ഒരു പ്രതീകാത്മക വിശേഷണത്തിൽ നോക്കി കണ്ടു കഴിഞ്ഞാൽ സ്വർണമാൻ സീതാദേവിയുടെ ശ്രദ്ധ ആകർഷിക്കുന്നു. ശ്രദ്ധിക്കണം, ഓരോന്നും ശ്രദ്ധിക്കണം ഇതിനകത്ത്. എന്താണ് സ്വർണമാൻ എന്ന് പറയുന്നത്? താൽക്കാലികമായ ഒരു ആകർഷണം മാത്രമാണ്. കാഴ്ചയിൽ മനോഹരമാണെങ്കിലും യാഥാർത്ഥ്യമില്ലാത്ത മോഹം. ഇന്നും മനുഷ്യനതിന്റെ പിറകെ തന്നെയല്ലേ? നമ്മുടെ ജീവിതത്തിൽ എത്രയോ സ്വർണമാനുകളുണ്ട്. വേഗത്തിൽ പണം ലഭിക്കാമെന്ന വാഗ്ദാനങ്ങളുണ്ട്. മറ്റുള്ളവരെക്കാൾ വലിയവനായി തോന്നണമെന്ന മോഹമുണ്ട്. താൽക്കാലികമായ സുഖത്തിന് ബന്ധങ്ങളെ നഷ്ടപ്പെടുത്തലുണ്ട്. അനാവശ്യമായ സമ്പത്ത് പ്രദർശനങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ദ്രിയങ്ങൾക്ക് ആനന്ദം നൽകുന്നുവെങ്കിലും പിന്നീട് മനസ്സിനെ നശിപ്പിക്കുന്ന ശീലങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. മനുഷ്യൻ താൽക്കാലികമായ ആകർഷണത്തിന് പിന്നാലെ പോകുമ്പോൾ തൻ്റെ ഉള്ളിലെ ദൈവബോധത്തിൽ നിന്നും അകലുന്നു എന്നതാണ് ലക്ഷ്മണരേഖ. ലംഘിക്കുന്ന രംഗവും ഒരു ആന്തരിക സന്ദേശം നൽകുന്നുണ്ട്. എന്താണ് ലക്ഷ്മണരേഖ? മനുഷ്യ ജീവിതത്തിന് ചില മര്യാദകളുണ്ടെന്നും ചില പരിധികളുണ്ടെന്നും അധാർമികമായ അതിരുകളുണ്ടെന്നും താൽക്കാലിക വികാരവും തെറ്റായ അനുകമ്പയും വഞ്ചനാപരമായ അഭ്യർത്ഥനയും മനസ്സിനെ ഒരു പരിധി ലംഘിക്കാൻ പ്രേരിപ്പിക്കുമെന്നും അതിലൂടെ പറയുന്നു. പരിധികൾ ലംഘിക്കുമ്പോൾ മനുഷ്യൻ രാവണന്റെ അവസ്ഥയിലെത്തുന്നു, അല്ലെങ്കിൽ ആന്തരിക സ്വഭാവത്തിന്റെ അല്ലെങ്കിൽ ആസുരിക സ്വഭാവത്തിന്റെ പിടിയിലകപ്പെടുന്നു എന്നാണ്. ഇതാണ് ഋഷിയുടെ ഏറ്റവും വലിയ വാക്കുകൾ എന്ന് പറയുന്നത്. മോഹം വിവേകത്തെ മറക്കുന്നു. വിവേകം നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ ആ ജീവിത മര്യാദകൾ എല്ലാം ലംഘിക്കുന്നു. മര്യാദകൾ ലംഘിക്കുമ്പോഴോ ദുരിതം ആരംഭിക്കുന്നു എന്ന്. അതുകൊണ്ടാണ് സീതാപഹരണം ഒരു പുറം സംഭവം മാത്രമായിട്ടല്ല കാണേണ്ടത്. നമ്മുടെ മനസ്സ് ദൈവീക ബോധത്തിൽ നിന്നും മോഹത്തിന്റെ പിടിയിലേക്ക്, കാമക്രോധ മോഹ ലോപാദികളിൽ പെടുമ്പോഴുണ്ടാകുന്ന ആന്തരികമായ സംഭവമായിട്ട് കാണേണ്ടിയിരുന്നു. എന്നിട്ടോ രാവണനെ പറ്റി പറയുന്നു. രാവണൻ എത്രയോ മഹാനാണ് എന്ന് ഒരു വാക്കിൽ ഒരു സൈഡിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. കാരണം രാവണൻ അറിവുണ്ടായിരുന്ന മഹാപണ്ഡിതനായ എന്താ പറയാ വിശ്വാസിയായ ഒരു പരാജയപ്പെട്ട മനുഷ്യനായിപ്പോയി. രാവണൻ അറിവില്ലാത്തവനല്ല, വേദജ്ഞാനിയാണ് അദ്ദേഹം, സംഗീതജ്ഞനാണ് അദ്ദേഹം, ശിവഭക്തനാണ് അദ്ദേഹം, ഭരണശക്തിയുള്ള ഒരാളാണ് അദ്ദേഹം, സമ്പന്നനായ വ്യക്തിയാണ് അദ്ദേഹം, സ്വർണലങ്കയായിരുന്നു അദ്ദേഹത്തിന്റെ താവളം. എന്നിട്ടും രാവണൻ നശിച്ചു. എന്തുകൊണ്ട്? അറിവുണ്ടായിരുന്നെങ്കിലും വിവേകമില്ലായിരുന്നു. ശക്തി ഉണ്ടായിരുന്നെങ്കിലും സ്വയം നിയന്ത്രിച്ചില്ല. ഭക്തി ഉണ്ടായിരുന്നെങ്കിലും അഹങ്കാരം വിട്ടില്ല. നല്ല ഉപദേശം ലഭിച്ചെങ്കിലും സ്വീകരിച്ചില്ല. വിഭീഷണൻ ഇരുന്ന് ഉപദേശിച്ചു, സ്വീകരിച്ചില്ല. മണ്ഡോദരി മുന്നറിയിപ്പ് നൽകി, വേണ്ട എന്ന്, പോയില്ല. മാരീചൻ പോലും പറഞ്ഞു അപകടമാണ്, വേണ്ട എന്ന്. പക്ഷെ അഹങ്കാരം കാരണം ഇതൊന്നും രാവണൻ കേട്ടില്ല. ഇതിലൂടെ രാമായണം എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്? ഒരു വലിയ സത്യം അവിടെ പഠിപ്പിക്കുന്നുണ്ട്. അറിവ് മാത്രം പോരായും. അറിവ് മനുഷ്യനെ രക്ഷിക്കില്ല. പിന്നെന്താണ്? വിനയവും സ്വയം നിയന്ത്രണവും ധാർമ്മികമായ പ്രയോഗവുമാണ് അറിവിനെ ജ്ഞാനമാക്കി മാറ്റുന്നത് എന്ന്. അറിവുള്ളവർ എത്രയോ പേരുണ്ട്, ജ്ഞാനികൾ വളരെ കുറവാണ്. നമ്മളും പല കാര്യങ്ങളും അറിയുന്നുണ്ട്. കോപിക്കുന്ന തെറ്റാണെന്നറിയാം, ആരോഗ്യം നോക്കണമെന്നറിയാം, പണം സൂക്ഷിച്ച് കൈകാര്യണമെന്നറിയാം, ബന്ധങ്ങളിൽ സ്നേഹം വേണമെന്നറിയാം. എന്നാൽ ആ അറിവ് ജീവിതത്തിൽ നടപ്പാക്കുന്നതിൽ ഒന്നും നമുക്ക് പറ്റുന്നില്ല. അപ്പൊ രാവണൻ അറിവുണ്ടായിരുന്നെങ്കിലും സ്വന്തം ആന്തരിക അസുരതകളെ കീഴടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് രാമായണത്തിലെ യുദ്ധം പുറത്തുള്ള രാമനും തമ്മിലുള്ള യുദ്ധം മാത്രമല്ല, നമ്മുടെ ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. നമ്മുടെ ഉള്ളിലെ രാമൻ ചോദിക്കുന്നു ശാന്തനായിരിക്കൂ, ഉള്ളിലെ രാവണൻ പറയുന്നു ഇപ്പൊ തന്നെ പ്രതികാരം വീട്ടണം.
നമ്മുടെ ഉള്ളിൽ രാമൻ പറയുന്നു, സത്യം പാലിക്കുക, സത്യം മാത്രം പറയുക, സത്യം മാത്രം ചെയ്യുക. അപ്പോൾ രാവണൻ പറയുന്നു, ലാഭം എന്താണ് കിട്ടുന്നത് അതും ചെയ്തേക്കാം. രാമൻ പറയുന്നു ബന്ധങ്ങളെയൊക്കെ സംരക്ഷിച്ചു നിർത്താൻ. രാവണൻ പറയുന്നു, നിന്നെ ബഹുമാനിക്കുന്നുണ്ടോ, നീ ജയിക്കുന്നുണ്ടോ, അപ്പൊ ഒരുത്തൻ തോൽപ്പിക്കണം, എങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. ഏത് ശബ്ദത്തെയാണ് നമ്മൾ ദിവസവും ശക്തിപ്പെടുത്തുന്നതെന്നാണ് നമ്മുടെ ജീവിതത്തിന് ദിശ തീരുമാനിക്കുന്നതെന്ന് പറയും. ഇനി മഹാനായ മറ്റൊരു കഥാപാത്രത്തെ ഒന്ന് പറഞ്ഞു നോക്കാം. ഹനുമാൻ ആരാണ്? മറന്നുപോയ സ്വന്തം ശക്തിയുടെ പ്രതീകം അല്ലേ? എല്ലാ ശക്തികളും ഉണ്ടായിട്ടും ഹനുമാന്റെ ജീവിത രാമായണത്തിലെ ഏറ്റവും ശക്തമായ ആത്മീയ സന്ദേശങ്ങളിൽ ഒന്നാണ്. ഏറ്റവും മനസ്സിലാക്കേണ്ട വളരെ ശക്തനായ ഒരു കഥാപാത്രം. സമുദ്രം കടന്നുകൊണ്ട് പോകുന്നതാണ്. കടന്ന് അപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് പോലും വടക്ക് വെച്ച് സ്വന്തം കഴിവ് മറന്നുപോയി. ശക്തിയില്ലായിരുന്നു, ശക്തി ഉണ്ടായിരുന്നു, പക്ഷെ ആ ശക്തിയെക്കുറിച്ചുള്ള ബോധം എന്താണ്? ശക്തിയെക്കുറിച്ചുള്ള ബോധം മറഞ്ഞിരിക്കുന്നു. ജാംബവാന്റെ ഉപദേശം, ഓർമ്മപ്പെടുത്തൽ, തള്ളി കൊണ്ടുപോകലാണ് നിന്റെ ശക്തി മറന്നുപോയോ എന്നുള്ള ഓരോ കഥകളിലൂടെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചപ്പോഴാണ് ആത്മവിശ്വാസം ഉള്ളത്. അദ്ദേഹം എന്നാ പിന്നെ ഞാൻ അങ്ങ് പോട്ടെ എന്നും പറഞ്ഞ് വാനോളം വളർന്നു. പിന്നെയോ ധൈര്യത്തോടെ സമുദ്രം ചാട്ടാൻ വന്നു. നമ്മളും അങ്ങനെ തന്നെയാണ്. ജീവിതത്തിലെ കലകളിൽ നമ്മൾ ഇത് തന്നെയാണ് ചെയ്തത്. പലരും ദുർബലരല്ലെന്നും അവരുടെ ശക്തി മറന്നുപോയവരാണെന്ന് മനസ്സിലാക്കണം. ഒരു പരാജയം സംഭവിച്ചാൽ നമ്മൾ പറയും, എന്നെ കൊണ്ട് ഇനിയൊന്നും കാര്യത്തില്ല കേട്ടോ. ഒരാൾ വിമർശിച്ചാൽ നമ്മൾ വിശ്വസിക്കുന്നേ ഞാൻ പറ്റത്തൊന്നുമില്ല. ഒരാൾ അല്ലെങ്കിൽ ഒരു അവസരം നഷ്ടപ്പെട്ട അപ്പൊ പറയും, എന്റെ ജീവിതം കഴിഞ്ഞ് ഇനി എന്താവാനാ. ഇതുപോലെ ഒരുപാട് ഹനുമാന്മാരായി നമ്മൾ മാറും. എന്നാൽ ഭയം യഥാർത്ഥ ശക്തിയുടെ അളവെല്ലാം തിരിച്ചറിയും. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തന്നെയുള്ള പൂർണ്ണമായി അറിയാൻ പറ്റുന്ന ശക്തി ഉണ്ടെന്നും അത് ഉണർത്താൻ ജാംബവാനായിട്ട് വേണമെന്നൊന്നും കരുതരുത്. ജാംബവാനൊന്നുമില്ല. ഇവിടെ ഒരു ഗുരുവിനെ തേടി, ചിലപ്പോൾ ജാംബവാൻ ഒരു ഗുരുവായി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കും, ചിലപ്പോൾ ഒരു പുസ്തകമായി വന്നിരിക്കും, ചിലപ്പോൾ ഒരു പ്രാർത്ഥനയായി വന്നിരിക്കും, ചിലപ്പോൾ ഒരു കഠിന അനുഭവം തന്നെയായി വന്നെന്ന് വരും. അപ്പോ രാമായണം വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ മറന്നുപോയ ശക്തി ഓർമ്മപ്പെടുക്കുന്ന ജാംബവാന്റെ ശബ്ദത്തെ ഒന്ന് കേൾക്കുക. പിന്നെയോ ഹനുമാന്റെ ഭക്തി അല്ലേ? അത് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പറയേണ്ടി വരും. വാക്കുകളല്ല, പ്രവൃത്തിയാണ്, കർമ്മമാണ് ഭക്തി. നമ്മുടെ ഭക്തിയോ അമ്പലത്തിൽ പോയി ഇത് മാത്രമാണ്, പ്രവൃത്തിയില്ല, സേവനമില്ല. ഹനുമാന്റെ പ്രവൃത്തിയെല്ലാം സേവനമായിരുന്നു, വിശ്വാസ്യതയായിരുന്നു, ധൈര്യമായിരുന്നു, വിനയമായിരുന്നു, ലക്ഷ്യബോധമായിരുന്നു. പോയി സീതയെ കാണാൻ പറഞ്ഞപ്പോ പോയി എന്ത് ഞാൻ സീതയെ കണ്ടിട്ടേ വരത്തു. ലക്ഷ്യബോധം ഒരു തെല്ലിട വിട്ടു. സ്വന്തം പ്രശസ്തിക്ക് വേണ്ടി ഒന്നല്ല പോയത്, സ്വന്തം ശക്തി തെളിയിക്കാനും പോയിട്ടില്ല. വ്യക്തമായ ലക്ഷ്യബോധത്തോട് ദൗത്യത്തിന് വേണ്ടി പോയതാ. സീതാദേവിയെ കണ്ടെത്തുക, ശ്രീരാമന്റെ സന്ദേശം കൊടുക്കുക. ഇത് മാത്രമാണ് ഇവിടെ പോയി ചെയ്തത്. മറ്റൊന്നും ഞാനില്ല, ഇതാണ് എന്റെ പണി, ഞാനത് കൃത്യമായി ചെയ്ത് തിരിച്ചു വരും. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഹനുമാന്റെ മുഴുവൻ ശക്തിയും മുഴുവൻ ഊർജവും ആ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചു. നമ്മുടെ ജീവിതത്തിലോ നമ്മൾ പലരും ക്ഷീണിക്കുന്നത് എന്താണ്? ശക്തിയില്ലാത്തത് കൊണ്ടല്ല, ശക്തി ചിതറിപ്പോയത് കൊണ്ടാണ്. എന്താണ്? മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളിൽ, ഭയത്തിൽ, പഴയ ഓർമ്മകളിൽ, ഭാവിയിലെ ആശങ്കകളിൽ, ബാക്കി സോഷ്യൽ മീഡിയയും കൊണ്ടുപോകും. ലക്ഷ്യം വ്യക്തമായാൽ ഊർജം കേന്ദ്രീകൃതമാകുമെന്നാണ്. ഇതാണ് ഹനുമാൻ നമ്മളെ പഠിപ്പിച്ചത്. ഭക്തി എന്നത് ദൈവത്തോട് ആവശ്യങ്ങൾ പറയുന്നതല്ല, ദൈവീകമായ ഒരു ലക്ഷ്യത്തിലേക്ക് സ്വന്തം കഴിവിനെ സമർപ്പിക്കുന്നതാണെന്ന് തിരിച്ചറിയണം. തീർന്നില്ല, ഇനിയും കഥാപാത്രങ്ങളുണ്ട്. ഭരതൻ എന്താണ് പറഞ്ഞത്? അധികാരത്തെക്കാൾ ധർമ്മത്തെ തെരഞ്ഞെടുത്തവരാണ് ഭരതൻ. ഭരതന്റെ ജീവിതം ഇന്നത്തെ ലോകത്തിന് വലിയൊരു പാഠമാണ്. അദ്ദേഹത്തിന് രാജ്യം ലഭിക്കുമായിരുന്നു, സിംഹാസനത്തിൽ ഇരിക്കാമായിരുന്നു, നിയമപരമായി പലരും അദ്ദേഹത്തെ രാജാവെ അംഗീകരിക്കുമായിരുന്നു. എന്നാൽ അന്യായമായ സാഹചര്യത്തിൽ ലഭിച്ച അധികാരം അദ്ദേഹം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. സാഹചര്യങ്ങൾ അനുകൂലം. ശ്രീരാമന്റെ പാതുകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് രാജ്യം സംരക്ഷിച്ചു. സാധാരണ ത്യാഗമായിട്ടൊന്നും കരുതരുത്.
ഇത് അധികാരത്തെക്കാൾ ധർമ്മത്തിന് വില നൽകുന്ന ഉയർന്ന ആത്മീയ ബോധമാണ്. ഇന്നെന്താണ് ചോദിക്കുന്നത്? എനിക്കെന്ത് കിട്ടും? ഭരതൻ എന്താ ചോദിച്ചത്? ശരിയെന്താണ്? ഇന്നെല്ലാവരും ചെയ്യുന്ന എന്താണ്? അവസരം കിട്ടിയാൽ എന്തും പിടിച്ചത്. ഭരതൻ പറഞ്ഞെന്താ? എനിക്ക് ലഭിച്ചാലും ധർമ്മത്തിൽ വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ്. ഭരതന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. യഥാർത്ഥ സ്നേഹം സ്വന്തമാക്കലിലല്ല, ശരിയായതിനെ സംരക്ഷിക്കലാണെന്ന് ലളിതമായി പറയേണ്ടി വരും. സഹോദരങ്ങൾ തമ്മിൽ ഇന്ന് സ്വത്ത് തർക്കങ്ങൾ, അധികാര മത്സരങ്ങൾ, താരതമ്യങ്ങൾ, മാതാപിതാക്കളുടെ സ്നേഹത്തിലുള്ള മത്സരങ്ങൾ ഉണ്ടോ? ഇല്ലല്ലോ. മാതാപിതാക്കളെ ആരാണ് ആദ്യം ആതുരാലയങ്ങൾ കൊണ്ടുവിടുക എന്നുള്ള മത്സരമാണ്. ഭരതൻ പറഞ്ഞത് എന്താണ്? ബന്ധത്തെക്കാൾ വലുതായ അധികാരത്തെ കാണരുത് എന്നാണ് പഠിപ്പിച്ചത്. ലക്ഷ്മണൻ എന്താണ്? സമർപ്പണവും ജാഗ്രതയുമുള്ള ജീവിതം. ലക്ഷ്മണൻ ശ്രീരാമനോടൊപ്പം വനത്തിൽ എന്തു വേണോ അതെല്ലാം. അന്ധമായ ആശ്രമയമല്ല, സ്നേഹവും ഉത്തരവാദിത്വവും ജാഗ്രതയും സമർപ്പണവും ചേർന്ന ജീവിതം. എന്നാൽ അതേടൊപ്പം ലക്ഷ്മണന്റെ കഥാപാത്രം മറ്റൊരു പാഠം കൂടി പഠിപ്പിക്കുന്നു. അതും കൂടി മനസ്സിലാക്കണം. സമർപ്പണം നല്ലതാണ്, പക്ഷെ വികാര നിയന്ത്രണം വേണം. ചില സാഹചര്യങ്ങളിൽ ലക്ഷ്മണന്റെ ക്ഷോഭവും കടുത്ത പ്രതികരണവും നമുക്ക് കാണാൻ പറ്റും. അതിലൂടെ രാമായണ മനുഷ്യ സ്വഭാവത്തെ വളരെ യാഥാർത്ഥ്യത്തോടെ അവതരിപ്പിക്കുന്നുണ്ട്. നല്ല ആളുകൾക്ക് കോപം വരും, ഭക്തിയുള്ളവർക്ക് വികാരാധീനതയും വരാം. എന്നാൽ വളർച്ച എന്ന് പറയുന്നത് വികാരത്തെ തിരിച്ചറിഞ്ഞ് ധർമ്മത്തിന്റെ കീഴിൽ കൊണ്ടുവരുന്നതാണ്. സീതാദേവി സഹനത്തിന്റെ പരിവർത്തനം, പേരിലുള്ള ദുർബലയായ സ്ത്രീ. സഹനത്തിന്റെ പ്രതീകം മാത്രമായി കാണരുത്. സഹനം എന്ന് പറയുന്നത് ദുർബലത അല്ലെന്ന് മനസ്സിലാക്കണം. അവരുടെ ഉള്ളിലുണ്ടായ ഉയർന്ന ആത്മാഭിമാനവും നിശ്ചയദാർഢ്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രാവണന്റെ ആഭരണവും സമ്പത്തും ഭീഷണിയും ഒന്നും അവളുടെ ഉള്ളിലെ വിശ്വാസത്തെ മാറ്റിയില്ല. എന്നാലോ യഥാർത്ഥ ആത്മീയ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. പക്ഷെ ദുർബലമായ ചിന്ത, വിശ്വാസങ്ങൾ, മൂല്യങ്ങൾ, ആത്മാഭിമാനം ഇവയെല്ലാം മറ്റൊരാളുടെ നിയന്ത്രണത്തിലേക്ക് കൊടുക്കണമോ എന്നുള്ള നമ്മുടെ തീരുമാനത്തെ അതിലൂടെ പരിശോധിക്കണം. സീതാദേവി നമ്മളെ പഠിപ്പിക്കുന്ന ശരീരത്തെ ആർക്കും തടങ്ങില്ലാക്കുക, എന്നാൽ മൂല്യങ്ങൾ ഉറച്ച ജീവിതം മനസ്സിനെ, ആ ജീവിതമുള്ള മനസ്സിനെ ആർക്കും അടിപ്പെടുത്താനാവില്ലെന്ന് തീരുമാനം. ലാസ്റ്റ് വരെയും കാണിച്ചത് തന്നെയാണ്. സത്യം അതിൽ തന്നെ. വാൽമീകിയുടെ പരിവർത്തനത്തെ പറ്റി ഞാൻ തൽക്കാലം ഇവിടെ പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സമയപരിമിതി ഉള്ളത് കൊണ്ട് നോക്കൂ. മനസ്സിൽ വാൽമീകിയുടെ പരിവർത്തനം നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞ കഥയാണ്. ഓരോ കഥാപാത്രങ്ങൾ എടുത്ത് സംസാരിക്കേണ്ടി വരും. പക്ഷേ പറയാനുള്ള എത്രയാണ്, രാമായണ വായന നമ്മൾ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ ആദ്യം മാറേണ്ടത് പുറം ലോകമല്ല, നമ്മുടെ ഉള്ളിലെ ഭാഷയാണ് മാറേണ്ടത്. എനിക്കെന്തുകൊണ്ട് ഇത്രമാത്രം സംഭവിക്കുന്നു എന്നതിന് ഈ അനുഭവം എന്നെ എന്ത് പഠിപ്പിക്കുന്നു എന്നാവട്ടെ. ഓരോ വരികളിലും അവനവനെ കണക്ട് ചെയ്ത് കൊണ്ടുപോകാം. അപ്പോ പ്രധാനമായിട്ടും പറയേണ്ട പാരായണമല്ല, അവിടെ വായന മാത്രമല്ല, ജീവിതത്തിന്റെ മാറ്റത്തിനുള്ള വിത്താക്കി മാറ്റുക. അതിന് ചിന്തനം എന്ന വെള്ളമാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. നടപ്പാക്കൽ എന്ന വളം അവിടെ ഉപയോഗിച്ചുകൊണ്ട് വായനയാകുന്ന വിത്തിലൂടെ, ചിന്തനമാകുന്ന വെള്ളത്തിലൂടെ, നടപ്പാക്കൽ എന്ന വളത്തിലൂടെ ആ ആ വൃക്ഷത്തെ വളർത്തുക. ശ്രീരാമന്റെ ക്ഷമയെക്കുറിച്ച് വായിച്ചിട്ട് വീട്ടിലെത്തിയാൽ എല്ലാവരോടും കോപിക്കുന്നുവെങ്കിൽ വായന നിർത്തിയേക്കുക, ഇനി വേണ്ട നിങ്ങൾക്ക്. ഭരതന്റെ ത്യാഗം വായിച്ചിട്ട് സഹോദരനോട് സ്വത്തിനായി വഴക്കിടുന്നുവെങ്കിൽ നിങ്ങൾ ആ വായന കൊണ്ട് യാതൊരു അർത്ഥവുമില്ല. ഹനുമാന്റെ സേവനം വായിച്ചിട്ട് ചെറിയ സഹായത്തിന് പോലും അഹങ്കാരം കാണിക്കുന്നുവെങ്കിൽ ഭക്തി പ്രവൃത്തിയായി മാറിയിട്ടില്ലെന്നറിയും. രാവണന്റെ അഹങ്കാരത്തെ കുറ്റപ്പെടുത്തി സ്വന്തം തെറ്റ് സമ്മതിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അതുകൊണ്ട് രാമായണം കേവലം പാരായണത്തിൽ ഒതുക്കരുത്. അത് വീണ്ടും പറയുന്നു, അധ്യായമാക്കി മാറ്റണം. അപ്പൊ ദിവസേനയുള്ള ചെറിയ ചെറിയ വായനയിലൂടെ ഒരുപാട് ദിവസങ്ങൾ, ഒരു മാസം കൊണ്ടും തീർക്കാൻ നിങ്ങൾ ആരും ശ്രമിക്കണമെന്നില്ല. സമയമെടുത്ത് 3 or 4 പ്രാവശ്യം വായിച്ചുകൊണ്ട് രാമായണത്തിലെ ഓരോ കാര്യങ്ങളും കഥയിലൂടെ മനസ്സിലാക്കി
വ്യാഖ്യാനത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ കൃത്യമായ പരിവർത്തനത്തിന് വിധേയമാകുക എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. രാമായണം വായിച്ച ശേഷം ഓരോ ദിവസവും സ്വയം ചോദിക്കണം, ഞാൻ ശ്രീരാമനെ ആരാധിക്കുന്നുണ്ടോ, അല്ലെ ഞാൻ സത്യം പാലിക്കുന്നതാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ മറ്റുള്ളവർ സേവിക്കാൻ തയ്യാറാണോ, അല്ല ഞാൻ വെറുതെ മുമ്പിലോട്ട് പോവുകയാണോ? അപ്പൊ പ്രിയപ്പെട്ടവരെ, രാമായണം വായിക്കുന്നതിലൂടെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് പലരും ചോദിക്കുമായിരിക്കും. അത്ഭുതം എന്നത് ആകാശത്ത് നിന്നും എന്തെങ്കിലും വീഴുന്ന പ്രക്രിയ അല്ല എന്നും, കോപമുള്ള ഒരാൾ ക്ഷമയുള്ള ആളായി മാറുന്നതാണ് അത്ഭുതമെന്നും, വികാരബോധമുള്ള ഒരാൾ ക്ഷമിക്കാൻ പഠിക്കുന്നതാണ് അത്ഭുതമെന്നും, ഭയന്ന് നിൽക്കുന്ന ഒരാൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്നതാണ് അത്ഭുതമെന്നും, തകർന്ന ബന്ധത്തിൽ നിന്ന് സ്നേഹത്തിന്റെ ഒരു വാക്ക് കൊണ്ട് ആ ബന്ധത്തെ വീണ്ടും യോജിപ്പിക്കുന്നതാണ് അത്ഭുതമെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഓരോരുത്തരും അത്ഭുതകരമായ മാറ്റം ഉണ്ടാക്കാനായിട്ട് ഇത്തവണത്തെ രാമായണ പാരായണം നമുക്ക് സാധ്യമാവട്ടെ എന്ന് സർവേശ്വരനാൽ ജഗത്തീശ്വരനാൽ പ്രാർത്ഥിച്ചുകൊണ്ട് രാമായണം വായിക്കുക, ആശയം മനസ്സിലാക്കാം, അകക്കാമ്പ് അനുഭവിക്കാം, ധർമ്മം ജീവിതത്തിൽ നടപ്പാക്കാനും മനസ്സിനെ സ്വച്ഛിന്തയിലേക്ക് നയിക്കാനും നമ്മുടെ ഉള്ളിലെ രാമശക്തിയെ ഉണർത്താനും നമുക്ക് സാധിക്കട്ടെ. അതിന് ശ്രീ രാമാനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ജയ് ശ്രീറാം.